നമസ്കാരം. ഹൂത്തികൾ അവസാനം ചെങ്കടലിൽ ഒരു ചെക്ക് പോസ്റ്റ് തന്നെ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഇനി വരുന്നവരെയൊക്കെ ആക്രമിച്ചു എന്നുള്ള പ്രശ്നം വേണ്ട, വരുന്ന ആളുകളൊക്കെ ചെക്ക് പോസ്റ്റിൽ നിർത്തി അവരുടെ രജിസ്ട്രേഷൻ രേഖകളും അതുപോലെ തന്നെ ഏത് രാജ്യത്ത് നിന്ന് ഏത് രാജ്യത്തേക്ക് പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഹൂത്തികൾക്ക് കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ ഹൂത്തികളെ അംഗീകരിച്ച് അനുസരിച്ച് പോകാൻ തയ്യാറുള്ളവർക്കൊക്കെ പോകാം. ഒരു കാരണവശാലും അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ ഈ മൂന്ന് രാജ്യങ്ങളുടെ കപ്പലുകൾ, ഇസ്രായേലിനെ സഹായിക്കുന്ന കപ്പലുകൾ, ഇത്തരത്തിലുള്ള കപ്പലുകളെ പോകാൻ അനുവദിക്കില്ല. ഇത് റഷ്യക്കും ചൈനക്കും ഹൂത്തികൾ കൊടുത്ത ഒരു ഉറപ്പാണ്. ഹൂത്തികൾ ഒട്ടും മര്യാദയില്ലാതെയാണ് പെരുമാറുന്നത്. അവരതുവഴി പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുകയാണ്. കപ്പലിലെ ജീവനക്കാരുടെ ജീവൻ തന്നെ ഭീഷണിയിലാണ്, സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ചിലരൊക്കെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഹൂത്തികൾ മാന്യമായി അവരുമായി കാര്യങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന ആളുകൾക്ക് ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ എല്ലാ കപ്പലുകളും ആക്രമിക്കില്ല. തീർച്ചയായും മറ്റുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ ചെങ്കടൽ വഴി പോകണം. അമേരിക്കയെയും ബ്രിട്ടനെയും ഇസ്രായേലിനെയും വിടുന്ന പ്രശ്നമില്ല. മറ്റുള്ളവർക്ക് സ്വാഗതം എന്നതാണ് ഹൂത്തികളുടെ നിലപാട്. എന്തായാലും ഇനി ഹൂത്തികളുടെ ചെക്ക് പോസ്റ്റിൽ കപ്പലുകളൊക്കെ നിർത്തി രേഖകളൊക്കെ കാണിച്ച് നല്ല രീതിയിൽ പോകാനുള്ള ഒരു ശ്രമം മറ്റുള്ള രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഈ അമേരിക്ക സംരക്ഷണം കൊടുത്ത് കൊണ്ടുവരുന്ന പരിപാടിയൊന്നും വേണ്ട, അത്തരത്തിലുള്ള ഏർപ്പാട് അംഗീകരിക്കില്ല. അമേരിക്കയുടെ പേര് പോലും പറയാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, കഴിയുമെങ്കിൽ ഒരു വലിയ ബോർഡ് വെക്കുക, ഞങ്ങൾ ഇന്ന രാജ്യത്ത് നിന്ന് ഇന്ന രാജ്യത്തേക്ക് പോകുന്നു, ഞങ്ങളുടെ കപ്പലിലുള്ള ചരക്ക് ഇന്നതാണ്, ഇത് പെട്രോളാണ് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പോകാം. ഇവിടെ ചില ആളുകളെ അമേരിക്ക ഞങ്ങൾ സംരക്ഷിക്കാം, നിങ്ങൾ പോരൂ എന്ന് പറഞ്ഞ് മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെ അമേരിക്ക കടത്തിവിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അപ്പോഴാണ് അമേരിക്കക്കും ഈ വന്നവർക്കും ഒക്കെ ശക്തമായ തിരിച്ചടികൾ കിട്ടിയത്. അമേരിക്ക കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഹൂത്തികളുടെ ആയുധം കപ്പലിൽ വന്ന് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവസാനം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ തന്നെ പിൻവലിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അമേരിക്ക ആർക്കും സംരക്ഷണം കൊടുത്തു വരണ്ട. മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കാര്യം പറഞ്ഞാൽ മതി, ചോദിക്കുമ്പോൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക. എന്തായാലും ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഒരു മര്യാദകേടുണ്ടാകില്ല. അവർ പരമാവധി ആളുകളെ കൊല്ലുന്ന ഏർപ്പാടിന് അവർ നിൽക്കാറില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ പലപ്പോഴും ബ്രിട്ടൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒക്കെ കപ്പലുകൾ, ഇസ്രായേലിനെ സഹായിക്കാൻ പോയ കപ്പലുകൾ, അത്തരത്തിലുള്ള കപ്പലുകൾ അവരാക്രമിച്ച് ആ കപ്പലുകൾ കത്തിച്ച് കടലിൽ മുക്കിക്കളഞ്ഞ സാഹചര്യമുണ്ടായി. എന്നിട്ട് പോലും അതിനകത്ത് ജീവനക്കാരെ കൊന്നില്ല. ഒരൊറ്റ കപ്പലിന് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് 4 ജീവനക്കാർ മരിക്കാനിടയായത്. അത് ഹൂത്തികൾ നൽകിയ ഒരു മുന്നറിയിപ്പ്, അത് അവർ അവഗണിച്ചു എന്നുള്ളത് കൊണ്ട് സംഭവിച്ചതാണെന്നാണ് ഹൂത്തികൾ പറയുന്നത്. പല കപ്പലുകളും ആക്രമിച്ച് കടലിൽ മുങ്ങി താഴുന്ന സമയത്ത് ഹൂത്തികൾ പോയി അതിലെ ജീവനക്കാരെ രക്ഷിച്ച് അവരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പരമാവധി ജീവനക്കാരെ, മനുഷ്യന്മാരെ കൊല്ലുന്ന ഏർപ്പാടിനില്ല. പ്രത്യേകിച്ച് ഇവിടെ യുദ്ധമുഖത്ത് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും നിരപരാധികളെയും ഒക്കെ കൊല്ലാതിരിക്കുക. അതേസമയം ആരാണ് ശത്രുക്കൾ അവരെ മാത്രം ലക്ഷ്യം വെക്കുക. ശത്രുക്കളെ തളർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക. ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്നത് ഇസ്രായേലിനെ തളർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ്. അത് അവരുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. ആ വാക്ക് പാലിക്കുക മാത്രമാണ്. പരമാവധി ഇസ്രായേൽ ഭരണകൂടത്തെ ബുദ്ധിമുട്ടിക്കുക. അവർക്ക് എണ്ണ കിട്ടരുത്, ആയുധം കിട്ടരുത്, അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കിട്ടരുത്. ഈ കഴിഞ്ഞ ദിവസം എയ്ലാത്ത് നഗരത്തിലേക്ക് ഹൂത്തികൾ ഒരു ഹൈപ്പർസോണിക് മിസൈൽ അയച്ചു. അതായത് ഇസ്രായേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ നോക്കി നിൽക്കെയാണ് ഈ മിസൈൽ വളരെ പെട്ടെന്ന് തന്നെ എയ്ലാത്ത് നഗരത്തിൽ ചെന്ന് പതിച്ചത്. പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പോലും വേണമെങ്കിൽ അവർക്ക് ജനവാസ മേഖലകൾ തിരഞ്ഞെടുക്കാമായിരുന്നു. അപ്പോൾ പോലും ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് അവരുടെ ആക്രമണങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ, അതായത് വളരെ ശക്തമായൊരു നിലപാടാണ് ഹൂത്തികൾ സ്വീകരിച്ചിരിക്കുന്നത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. യുദ്ധമുഖത്ത് പാലിക്കേണ്ട ചില മര്യാദകൾ. ഒരു കാരണവശാലും കുട്ടികളെ ലക്ഷ്യം വെക്കരുത്, സ്ത്രീകളെ, അതുപോലെ തന്നെ പ്രായമായവരെ. എന്നാൽ ഇവിടെ ഇസ്രായേൽ ചെയ്യുന്നതോ 30,000-ത്തിലധികം ഫലസ്തീനികൾ കണക്ക് പ്രകാരം മരിച്ചു വീണു എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ മരിച്ചു വീണതിൽ 13,000-ഓളം വരുന്ന സ്ത്രീകളും 9,000-ത്തിലധികം വരുന്ന കുട്ടികളുമാണ്. അതായത് ഒരു ലക്ഷ്യവുമില്ലാതെ നടത്തിയ യുദ്ധം. എന്നാൽ ഇസ്രായേലിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും ഗസയെ ആളില്ലാത്തൊരു ദ്വീപാക്കി മാറ്റുക. അത്തരത്തിലൊരു നീക്കമാണ് ഇസ്രായേൽ നടത്തിയത്. എന്നിട്ട് പോലും ഇസ്രായേലിലെ സാധാരണക്കാരെ ഇതുവരെ ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ളയാണെങ്കിലും ഹൂത്തികളാണെങ്കിലും അവർ ലക്ഷ്യമിട്ടിട്ടില്ല. അതുപോലെ തന്നെ അവർക്ക് മുന്നിൽ വന്ന് വീഴുന്ന കപ്പലുകൾ, ആ കപ്പലുകളിലെ ആളുകളെ വേണമെങ്കിൽ അവർക്ക് കൊന്നു തള്ളാമായിരുന്നു. അതും അവർ ചെയ്തിട്ടില്ല. സാധാരണക്കാരെ മാറ്റി നിർത്തി ഇസ്രായേൽ സൈനികരെയും അതുപോലെ തന്നെ ഭരണകൂടത്തെയും മാത്രം ലക്ഷ്യം വെക്കുന്ന യഥാർത്ഥ യുദ്ധം
അതായത് വിശ്വസിക്കാവുന്ന പോരാളികളായി ഹൂത്തികൾ ഇപ്പോഴും ചെങ്കടലിൽ തുടരുന്നു. അവർ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകൾ മാത്രം മാറ്റി നിർത്തി മറ്റു കപ്പലുകൾക്ക് സുഗമമായി അതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുമെന്ന് റഷ്യക്കും ചൈനയ്ക്കും ഉറപ്പ് കൊടുക്കുന്നു. അതായത് ലോകം അംഗീകരിക്കുന്ന ഒരു വലിയ സൈനിക വിഭാഗമായി ഒരു ചെറിയ സംഘം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.